ഇതൊക്കെ ഡ്രാഫ്റ്റ് ക്ലിയറിങ്സ് വീഡിയോസാണ് കേട്ടോ. നല്ല മഴ പെയ്തൊരു ദിവസം ഞങ്ങൾ ഫാൻ എൻ്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. നല്ല ചൂടായപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ അടിപൊളി ഫാനായിരുന്നു കേട്ടോ, ഭയങ്കര കാറ്റും. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ നല്ല സൗണ്ടാണ്. പക്ഷേ എനിക്ക് ഫാനിൻ്റെ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് കിടക്കുന്ന ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിടന്നാലേ എനിക്കൊരു ഉറക്കം വരത്തുള്ളൂ. ഒരു മഴ പെയ്യുന്ന പോലുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അങ്ങനെ ഒരു വലിയ സ്പീഡിലിടുമ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാനിത് 1500 രൂപയ്ക്ക് വാങ്ങിയതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ആ ഒരു പൈസയ്ക്ക് ഇത് വേർത്തിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. അമ്മ ഇപ്പോൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ മഴയത്ത് വണ്ടിയിലൊക്കെ കയറി ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നത്. വെറുതെ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. രണ്ടുപേർക്കും അതെ. എങ്കിലും അവൾക്ക് കുറച്ചും കൂടി ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവളൊരു സ്പെഷ്യൽ കിഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെറുകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ മഴ കുറച്ച് അങ്ങോട്ട് പോകുന്തോറും മഴയൊക്കെ കുറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ മഴയത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ കേട്ടോ. അത് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയായിരിക്കും. നമുക്കിങ്ങനെ സൈഡിലിരിക്കുമ്പോൾ അതൊരു സുഖമായിട്ട് തോന്നും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. അച്ചാച്ചൻ ഫാനും സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തപ്പോൾ ഭയങ്കര നല്ല കാറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ഫാന്. അടിപൊളി ഫാനായിരുന്നേ. അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഫുഡും കൂടിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. കാരണം അന്ന് ഉച്ചയ്ക്ക് കുറച്ച് ചോറും മറ്റും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് തട്ടുകടയിൽ നിന്നായിരുന്നു കഴിച്ചത്. ഞാനും മോളും ദോശയും ചിക്കൻ ഫ്രൈയും ആണ് വാങ്ങിയത്. അച്ചാച്ചൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറും ബീഫിൻ്റെ കറിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ വീട്ടിൽ കുറച്ച് സാധനം മീൻ വേണമായിരുന്നു. മീൻ അച്ചാറിടാൻ വേണ്ടിയായിരുന്നേ. അങ്ങനെ മീനും വാങ്ങിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ മറക്കാതെ ഒന്ന് ഓർത്തേക്കണേ. സബ്സ്ക്രൈബേഴ്സൊക്കെ കൗണ്ടൊന്നും കൂടുന്നില്ല. ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.